എന്തായാലും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും മറ്റൊരു പൊന്നോണം കൂടി വന്നെത്തിയിരിക്കുകയാണ്. ഇവിടെ കേരള വിഷൻ ന്യൂസിന്റെ ആളുകളൊക്കെ തന്നെ വലിയ രീതിയിൽ ഓണാഘോഷങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ നമിത ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും. നമിത നമിത കാണാനില്ല. യെസ്. നമിതനെ കാണുന്നുണ്ട്. നമിത അതുപോലെ തന്നെ ഹരിത എല്ലാവരും ഇരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് നമിത, ഇന്നത്തെ നമ്മുടെ ഓണപരിപാടികളും ഓണവിശേഷങ്ങളും ഒക്കെ എങ്ങനെയാണ്? ഭദ്ര, ആദ്യം തന്നെ ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു ഓണാശംസകൾ നേരുകയാണ് എല്ലാ പ്രേക്ഷകർക്കും. ഓണം എന്ന് പറയുന്നത് എപ്പോഴും പ്രതീക്ഷകളുടേതാണ്. നമ്മൾ കേരള വിഷൻ ന്യൂസും ഈ ഓണം ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഓണവിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായി നമ്മുടെ കൂടെ നമ്മുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ ഇവിടെയുണ്ട്. ഭദ്രയ്ക്ക് കാണാൻ കഴിയും നമ്മുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുകയാണ് ഈ ഓണം ആഘോഷിക്കാനായി. എന്താണ് നമ്മുടെ ഇന്നത്തെ ഓണത്തെ കുറിച്ച് എല്ലാവർക്കും പറയാനുള്ളത്? ഓണം അടിപൊളിയാണ്. പിന്നെ നമ്മളിപ്പം തിരുവോണം നമ്മളുടെ ഓഫീസിലാണ് ആഘോഷിക്കുന്നത്. അതൊരു പ്രത്യേക വൈബാണ്. നമ്മുടെ ഓഫീസിൽ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്നവരോടൊപ്പം ഓണം ആഘോഷിക്കുക എന്നുള്ളത്. കാരണം ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ പരസ്പരമുള്ള ഒരു ബോണ്ടിങ് അത് കൂടുതൽ ശക്തമാകുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു സാധാരണഗതിയിൽ നമ്മൾ ഈ തിരുവോണത്തിന് ഞാൻ തിരുവോണത്തിന് നിന്ന് ബാഗ് കൊടുത്തുകൊണ്ട് ഇറങ്ങിയപ്പോൾ വീട്ടിലെല്ലാവരും ചോദിക്കുന്നുണ്ട് ഓണമായിട്ട് അവധിയൊന്നും ഇല്ലേ. പക്ഷേ ഓണം നമ്മളുടെ ഓഫീസിൽ ആഘോഷിക്കുന്നത് അത് വേറൊരു വൈബാണ്. അത് നമുക്ക് ഒരിക്കലും ഒരു വിഷമോ അതൊന്നും തോന്നത്തില്ല. അല്ലെ? ഓണത്തിനൊരു 10 ദിവസം അവധി തരാമോന്ന് ചോദിച്ച ആളാണ്. എന്താണ് മിഥുൻ ചേട്ടന് പറയാനുള്ളത്? ഓണത്തിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഓർമ്മകൾ പങ്കുവെക്കാനുള്ളത്? ഓണം എന്ന് നമ്മൾ പറയുമ്പോൾ എല്ലാവരും ആഘോഷങ്ങളുടെ ആണല്ലോ മിക്കവാറും ഓണം. കളറുകള്, അതായത് സദ്യ, പൂക്കളം, പിന്നെ വിവിധ തരം കളികൾ. പക്ഷെ നമുക്കിവിടെ കളികളും മറ്റു കാര്യങ്ങളും ചെയ്യാനായിട്ട് സൗകര്യം ഇന്നില്ല. പക്ഷേ നമുക്ക് ഇന്ന് 2 ദിവസം മുൻപ് ഉണ്ടായിരുന്നു. അതെ 2 ദിവസം മുൻപേ നമ്മൾ ആഘോഷിച്ചിരുന്നു. വളരെ വിപുലമായി തന്നെ ഓണാഘോഷം ആഘോഷിച്ചിരുന്നത്. ആഘോഷങ്ങൾക്ക് പിന്നിൽ ഒരിക്കലും കേരള വിഷൻ ഒട്ടും പുറകിലല്ല. ഇന്നാണെങ്കിലും വളരെ വിഭവസമൃദ്ധമായ സദ്യയും മറ്റു കാര്യങ്ങളും എല്ലാവർക്കും ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ഓഫീസിൽ നേരത്തെ പറഞ്ഞ പോലെ ഓഫീസിൽ ഓണം കൂടുമ്പോൾ അത് വേറൊരു രീതിയിലാണ് നമ്മൾ അതിനെ ആഘോഷിക്കുന്നത്. വീട്ടിൽ ചെയ്യുന്ന പോലെയല്ല. വീട്ടിലാകുമ്പോൾ എല്ലാവരും ബന്ധുക്കാരെല്ലാവരും കൂടെ കൂടുന്നു. പക്ഷേ ഇവിടെ ആകുമ്പോൾ നമ്മൾ കൊളീഗ്സും ഒക്കെ കൂടിയിട്ട് വളരെ സന്തോഷമായിട്ട് ചെയ്യുമ്പോൾ അതിനൊരു വേറൊരു ഉണർവാണ് നമുക്ക് കിട്ടുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സഹപ്രവർത്തകരുമായിട്ടുള്ള ഒരു ബോണ്ടിങ് അത് വളരെ ശക്തമാകുന്ന ഒരു ആഘോഷം തന്നെയാണ് ഓണം. എന്തായാലും എല്ലാവർക്കും എൻ്റെ സമ്പൽ സമൃദ്ധമായിട്ടുള്ള ഓണാശംസകൾ നേർന്നു കൊള്ളുന്നു. ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഓണപ്പൂക്കളം, സദ്യ, ഓണക്കോടി, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലേക്ക് വരുന്നുണ്ടാവും. അപ്പോൾ എന്താണ് ഓണത്തിനെ കുറിച്ചുള്ള ഫിജി സാറിൻ്റെ ഒരു ഓക്കെ. ഓണം നമ്മൾ കുറച്ച് ഇങ്ങനെ പഴമക്കാരൊക്കെ പറയും ഓണം അടിപൊളിയായിരുന്നു അങ്ങനെ. പക്ഷേ എനിക്ക് അങ്ങനെ കൂടുതലായിട്ട് ഓണത്തെക്കുറിച്ച് പറയാനില്ല. എങ്കിലും ചെറുപ്പത്തിൽ ഓണം ഇങ്ങനെ ആഘോഷിച്ച് എന്താ പറയുക, പൂവൊക്കെ പറിച്ച് ആ ഒരു കാലഘട്ടത്തിലൂടെ തന്നെയാണ് ഞാൻ കടന്നു വന്നത്. പൂ പറിക്കും, ഓണം പൂക്കൾ വാങ്ങിക്കും, അത്തപ്പൂക്കളം വരയ്ക്കും, അതിടും, മണ്ണിൽ തന്നെ ഇടും. ഇതിനെയൊക്കെ നിലത്തൊക്കെ ഇടുമ്പോഴത്തേക്കിനും കോഴിയും കോഴി കൊത്താതെ നോക്കണം ഈ ഓണ അത്തപ്പൂക്കളം. പിന്നെ സദ്യ ഉണ്ടാവും, അതെല്ലാ പ്രാവശ്യവും ഉണ്ടാവും. പായസം ഉണ്ടാക്കും. പിന്നെ കൂട്ടുകാരുടെ വീട്ടിൽ പോകും, കൂട്ടുകാർ ഇങ്ങോട്ട് വരും. ഏതെങ്കിലും വീട്ടിലെ എല്ലാവരുടെയും ഓണപ്പൂക്കളം കാണാൻ വേണ്ടി നമ്മൾ ജാഗ്രതയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഏതാണ് ബെസ്റ്റ് എന്ന് നോക്കിയിട്ട് അങ്ങനെ ഒരു വിലയിരുത്തലൊക്കെ മനസ്സുകൊണ്ടുണ്ടാവും. എന്നിട്ട് പിന്നെ ഊഞ്ഞാലാടും. ഇപ്പോൾ ഊഞ്ഞാലാടാൻ ഒരു വഴിയില്ല. ഞാനിപ്പോൾ രാവിലെ ഇവിടെയോടൊക്കെ ചോദിക്കുകയായിരുന്നു, നമ്മളെവിടെ ഊഞ്ഞാലാടാൻ ഒരു മാർഗ്ഗമില്ലല്ലോ, എവിടെ ഊഞ്ഞാൽ കിട്ടുമെന്ന്. അപ്പോൾ നമ്മൾ ഞങ്ങളുടെ ഓഫീസ് ഇവിടെ പരമ്പള്ളി നഗറിൽ സൗത്ത് പാലത്തിൻ്റെ ചേർന്ന് തന്നെയാണ്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, നമുക്ക് സൗത്ത് പാലത്തിൽ ഒരു ഊഞ്ഞാൽ കെട്ടിയാലോ എന്ന് പറയുന്നുണ്ടായിരുന്നു. സൗത്ത് പാലത്തിൽ നിന്ന് ഇങ്ങനെ ഊഞ്ഞാൽ കെട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ ആടി മെട്രോ ട്രെയിൻ വരുന്നതൊക്കെ കാണാം. നല്ല വ്യൂ ലുക്കൊക്കെ ആയിരിക്കും. അപ്പോൾ ഊഞ്ഞാലാടണമെന്ന് എനിക്ക് ഭയങ്കര കൊതി നമിത. ശരി, നമുക്കൊരു ഊഞ്ഞാലിനെ ഊഞ്ഞാൽ കേട്ടോ. ഓണത്തിനെ പറ്റിയുള്ള ആന്റണിയുടെ ഒരു കളറുള്ള ഓർമ്മ നമുക്ക് വേണ്ടി പങ്കുവെക്കോ? അങ്ങനെ പ്രത്യേകിച്ച് കളറുള്ള ഓർമ്മ എന്ന് പറയാൻ പറ്റില്ല. ഓണം എന്ന് പറയുന്നത് സന്തോഷമാണ് എപ്പോഴും. പിന്നെ ഇപ്പോൾ ഈ ജോലി തുടങ്ങിയിട്ട് ശേഷം ഓണം എന്ന് പറയുന്നത് വാർത്തകൾക്കൊപ്പം ഓഫീസിൽ തന്നെ ആയിരിക്കും എപ്പോഴും. എല്ലാ വർഷവും ഓണം വളരെ അപൂർവമായിട്ട് 1-2 തവണ മാത്രമാണ് ഞാൻ വീട്ടിൽ ഓണം ആഘോഷിച്ചിട്ടുള്ളൂ. കൂടുതലും നമുക്ക് കുറച്ചും കൂടി ഞാൻ കൂടുതലും ബ്യൂറോയിലാണ് ജോലി ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ സമയത്തൊക്കെ കൂടുതലും വാർത്തകളുടെ ഒപ്പം പുറത്തും ആളുകൾക്കിടയിലായിരിക്കും ലൈവും
കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കുറച്ചും കൂടി ആളുകളുടെ ഇടയിൽ കൂടുതൽ ആളുകൾക്കിടയിൽ ഒരു വൈബും ആ ഓണാഘോഷത്തിൻ്റെ ഇടയിലൊക്കെ നിൽക്കുന്ന ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസ് ഉണ്ടാവാറുണ്ട്. കുറച്ചുകൂടി വീട്ടിൽ നിൽക്കുന്നതിനേക്കാളും വാർത്തകൾക്കൊപ്പം നിൽക്കുന്നതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. പിന്നെ വീട്ടിൽ നമുക്ക് കൂടാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. അങ്ങനെ വളരെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഓണം എന്ന് പറയുന്നത് ഇത്തരം കുറേ സന്തോഷം. പിന്നെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് കുറേ സദ്യ കിട്ടും എന്നുള്ളതാണ്. സദ്യ കിട്ടും, പായസം കുടിക്കാം എന്നുള്ളതാണ്. പായസം എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പായസം പലതും നമുക്ക് കിട്ടും എന്നുള്ളൊരു സന്തോഷമുണ്ട് ഓണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഓണവിശേഷങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. എല്ലാ ദിവസവും ഓണമാണ്. പ്രത്യേകിച്ച് ഓഫീസിലെ ഓണം ആദ്യമായിട്ട് കൂടുവാണ്. 2 വർഷമായിട്ട് ആദ്യത്തെ ഓണം ഇവിടെയാണ്. വീട്ടിൽ പോകേണ്ടതായിരുന്നു. എന്നാലും ഹാപ്പിയാണ്. തീർച്ചയായിട്ടും. ചേട്ടന് മറ്റേ അത്യാവശ്യം നല്ല പാചകമൊക്കെ ചെയ്യും. ഇഞ്ചി അച്ചാറ്, മുളക് അച്ചാറ് അല്ലേ? എന്താണ് ഓണ വിഭവങ്ങളെ കുറിച്ചൊന്ന് പറയാമോ ചേട്ടാ? അങ്ങനെയൊന്നുമില്ല, എന്ത് പറഞ്ഞാലും റെഡിയായിരിക്കും. ഏത് പാരാത്രിക്ക് എല്ലാം എൻ്റെ വൈഫാണ് ഉണ്ടാക്കുന്നത്. സദ്യ ഇല്ല, സദ്യ എൻ്റെ വീട്ടിലെടുത്ത് മാത്രമേ ഉള്ളൂ. ആ കറികളെല്ലാം സദ്യക്ക് അവിയൽ, സാമ്പാർ, ഓലൻ, കാളൻ, തോരൻ, അച്ചാർ 3 എണ്ണം, മാങ്ങ, ഇഞ്ചിക്കറി, നാരങ്ങക്കറി. ഇത്ര ഐറ്റം ഇപ്പോൾ വന്നാലും റെഡിയാണ്. ഇപ്പം ഒരു അപ്പം നമുക്ക് എല്ലാവർക്കും സദ്യ കഴിക്കാൻ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകാം. പക്ഷേ ഏറ്റവും കൂടുതലും പായസം മാത്രമേ ഉണ്ടാവുള്ളൂ. പാലട. അതെ അതെ അതെ. എന്താണ് പുതിയ ജനറേഷൻ്റെ ഓണ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ദർശനിലൂടെ അറിയാം. പുതിയ ജനറേഷൻ ഞാനിപ്പോഴും എല്ലാവരും ഓണം ആഘോഷിക്കുന്ന പോലെ തന്നെ ഞാനും ഓണം ആഘോഷിക്കുന്നത്. മിസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കോളേജിൽ നിന്ന് കുറച്ച് നാളായിട്ടേ ഉള്ളൂ പാസ് ഔട്ടായിട്ട്. അപ്പോൾ ഈ സമയത്ത് കോളേജിൽ നല്ല വൈബായിരിക്കും. എല്ലാം ഫ്രണ്ട്സും സീനിയേഴ്സും എല്ലാം കൂടെ ചിലപ്പോൾ ഓണത്തല്ലും ബാക്കിയുള്ള പരിപാടികളെല്ലാം നല്ല വൈബായിരുന്നു. തന്നെ മൊത്തത്തിൽ സദ്യ വിളമ്പാനും എല്ലാം ഒരു ഒത്തുചേർമ്മ ഉണ്ടായിരുന്നേ. ഒരു കോളേജാണ്. എക്സാക്ട്ലി. കഴിഞ്ഞ 2 വർഷം എൻ്റെ 1 വർഷം കോവിഡ് കാരണം കോളേജ് നഷ്ടപ്പെട്ട. അപ്പോൾ കഴിഞ്ഞ 2 വർഷവും അത്യാവശ്യം നല്ല രസകരമായി ഞാൻ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ 3 ഫ്രണ്ട്സും എല്ലാവരും കൂടെ ചേർന്ന് ഒരേ കളറുള്ള ഷർട്ട് ഇട്ട്. അല്ല അതെ, കോളേജിൽ നിന്ന് പോയപ്പോൾ ഒരു വിഷമമുണ്ടായി. കഴിഞ്ഞൊന്ന് ആലോചിച്ചു, അത്രേ ഉള്ളൂ. വൈറൽ താരം മേഘന ഇവിടെ എത്തിയിട്ടുണ്ട്. മേഘനയുടെ ഓണവിശേഷങ്ങളൊക്കെ ഇപ്പൊ പങ്കുവെക്കുന്നതാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. എന്താ പറയാ, ഓണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഓർമ്മ വെച്ച കാലം തൊട്ട് വീട്ടിൽ മാത്രമാണ് ഓണം ആഘോഷിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ഓഫീസ് ഓണം. എനിക്ക് ലീവ് തന്നില്ല, അതുകൊണ്ടാണ് ഓഫീസ് ഓണം. പരാതിയും പരിഭവവും കൂടി ഉണ്ട്. എന്തായാലും ഒരു പുതിയ അനുഭവമായിരിക്കും. എന്തായാലും ഒരു പുതിയ ഓഫീസ് അന്തരീക്ഷം, ആൾക്കാർ. ഇന്നലെ നമ്മൾ 2-3 ദിവസം മുന്നേ ഒരു ഓണം വൈബ് പിടിച്ചു തുടങ്ങി. അതിനുശേഷം ഇനി ഒരാഴ്ച ഓണമായിരിക്കും അല്ലേ? അത്രേ ഉള്ളൂ. അതെ അതെ, അരിലേട്ടാ വരൂ, മുന്നോട്ട് വാ. ഓണം കുറച്ച് കാലങ്ങളായിട്ട് ഓഫീസ് ഓണാണ്. അപ്പോൾ ഓഫീസ് ഓണത്തിൻ്റെ വൈബിലാണ് എല്ലാം. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ഔദ്യോഗികമായിട്ട് 2 ദിവസം മുമ്പേ ആഘോഷിച്ചാണ്. ഇപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് ഇങ്ങനെ പോകുന്നു. എന്തായാലും വൈബാണ്, അടിപൊളിയാണ്. അതെ, ഓണം കുഴപ്പമില്ല, അങ്ങനെയൊക്കെ പോണു. എന്താണ് പൂക്കള ഇടുന്നതിനെ പറ്റിയുള്ള ഒരു ഓർമ്മയൊക്കെ ഒന്ന് പങ്കുവെക്കാൻ ചെയ്യും? പൂക്കളം ഞങ്ങളിപ്പോൾ വീട്ടിലധികം അങ്ങനെ ആഘോഷിക്കാറില്ല. മൊത്തം ഏത് സമയം ഓഫീസിലായിരിക്കും. പക്ഷേ ഈ തവണത്തെ നമ്മുടെ ഓഫീസ് ഓണം നല്ല കളറായിരുന്നു. പിന്നെന്താ, കുഴപ്പമില്ലാതെ പോണു. ഓഫീസ് ഓണം ഈ ഓഫീസിൽ ഓണം ആഘോഷിക്കുക വളരെ ബെസ്റ്റാണെന്നാണ് എൻ്റെ വിചാരം. ഞാനൊരു 10-20 വർഷത്തിന് മേളിലായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ വിഷ്വൽ മീഡിയയിൽ തന്നെ ഓണത്തിന് അവധി കിട്ടാറേയില്ലെന്ന് മാത്രമല്ല, ഓണത്തിന് വീട്ടിൽ പോകാറേ ഇല്ല. അതായത് ക്രിസ്മസ് അങ്ങനെ എന്തെങ്കിലും കാര്യം വരുമ്പോഴാണ് അത്യാവശ്യം വീട്ടിലേക്കൊക്കെ പോവുക. പക്ഷേ ഈ ഓഫീസിൽ ഓണം ആഘോഷിക്കുന്നതിൻ്റെ ഒരു രസം അത് പ്രത്യേകിച്ച് ഒന്ന് വേറെ തന്നെയാണ്. ഞാനിപ്പോൾ ഒരു 4-5 ചാനലായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഓരോ ഓണം വരുമ്പോഴും ഈ ഓണാഘോഷം ഇന്ന ചാനലിനൊപ്പം, ഈ ഓണാഘോഷം ഇന്ന ചാനലിനൊപ്പം, ഇതൊക്കെയാണ് നമ്മുടെ ഈ ചാനലിൽ പോകുന്നത് പോലെ തന്നെ
അങ്ങനെ തന്നെയാണ് നമ്മുടെ ജീവിതവും. അത് പ്രത്യേക രസമാണ്. ഇപ്പോൾ ഓഫീസിലായാലും ഞാനിപ്പം നേരത്തെ പറഞ്ഞാൽ ഊഞ്ഞാലാടാനൊന്നും ഒരു അവസ്ഥയില്ലാത്തതുകൊണ്ടാണ് ഒരു വിഷമം. ബാക്കി എല്ലാ സെറ്റപ്പും എല്ലാ ഓഫീസായാലും ഊഞ്ഞാലാടാൻ ഇവിടെ ഉണ്ട്. ഊഞ്ഞാല് കെട്ടണം, സൗത്ത് പാലത്തിൽ ഒരു ഊഞ്ഞാല് കെട്ടാൻ പോവാണ്. അങ്ങനെയാണ്. ആരാ ഒരു പാട്ട് പാടിക്കുക പെട്ടെന്ന്? ഹരിത ഒരു പാട്ട് പാടും. ആന്റണിയാണ്. പെട്ടെന്ന് പ്രേക്ഷകരെ വെറുപ്പിക്കരുത്. ഹരിത ആദ്യം പാടും 2 ലൈൻ. പാടണോ? തിരുവോണപ്പുലരീതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. ആന്റണി ചേട്ടൻ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളി ഈറൻ പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഇതിൽ നമ്മൾ മിസ് ചെയ്ത ഒരു പേരുണ്ട്, നമ്മുടെ ക്യാമറമാൻ ചാൾസ്. ചാൾസിന്റെ വിശേഷങ്ങൾ കൂടി ഒന്ന് അറിഞ്ഞതിന് ശേഷം നമുക്ക് പോവാം. വാ വാ. ചാൾസിന്റെ ഒരു ഓണ ഓർമ്മകൾ പറഞ്ഞു. എൻ്റെ ഓണത്തിൻ്റെ ഓർമ്മ ഓക്കെ ഹെഡ് എൻ്റെ ഓണത്തിൻ്റെ ഓർമ്മ എന്ന് പറയുന്നത് എന്താ പറയേണ്ടത്, ആക്ച്വലി ഞാൻ ഇവിടെ വെച്ചാണ് കുറച്ചും കൂടി ആഘോഷമാക്കിയിരിക്കുന്നത്. എന്താ പറയുക, പ്രോഗ്രാമാണെങ്കിലും പിന്നെ ഇവിടുത്തെ ഓരോ എല്ലാവരുടെയും ആ ഒരു സ്നേഹവും, അതുകൊണ്ട് തന്നെ പൊതുവെ ഒരു നല്ലൊരു ഓണ ആഘോഷമായിരുന്നു. പിന്നെ അടുത്ത വർഷം നല്ല രീതിയിൽ തന്നെ ഓണം ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതെ അതെ, MCR അതെ, അവരെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ടെക്നിക്കൽ ടീം എല്ലാവിധ സപ്പോർട്ടും നൽകി നമ്മുടെ ഈ ഒരു വിഷ്വൽസുകളെല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന MCR ടീം, അവരെയൊന്നും കാണിക്കാൻ ഇപ്പം സാധിക്കുന്നില്ല എന്നേ ഉള്ളൂ. അവരെല്ലാവരും നമ്മുടെ കൂടെ തന്നെ ഈ ഓണാഘോഷത്തിൽ പങ്കുചേരുന്നുണ്ട്. എന്തായാലും ഒരു ആർപ്പോ വിളിയോട് ഈ ഒരു സെഗ്മെന്റ് നമുക്ക് വൈൻ പറ്റുക. ഇല്ല മരിച്ചിട്ടില്ല. ശരി, എന്തായാലും ഫിജേട്ടൻ എന്തായാലും കുറച്ചു നേരം ഫ്ലോർ മാറിപ്പോയെന്നൊരു സംശയമുണ്ട് അവിടെ. അത് മുദ്രാവാക്യം വിളിയൊക്കെയായി അവസാനം. എന്തായാലും ഇവിടെ സ്റ്റുഡിയോയിൽ ഞാനും അവിടെ പ്രൊഡക്ഷനിൽ കാളിദാസും ഉണ്ട്. ഞങ്ങളെ മറക്കരുത്, ഞങ്ങൾ തിരിച്ച് ഡെസ്കിലേക്ക് തന്നെ വരും. അപ്പോൾ ഈ ഒരു വൈബ് അവിടെ ഉണ്ടാവണം. ശരി, അപ്പോൾ എന്തായാലും കേരള വിഷനും ഈ രീതിയിൽ തന്നെയാണ് ഓണാഘോഷം നല്ല അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനി